വെള്ളരിക്ക നടുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല പശമൊക്കെ റെഡിയാണ്. ഇതിന് യൂസ് ചെയ്യണത് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി, ഭസ്മമാര് നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മറ്റുള്ള പൊടികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇല പെട്ടെന്ന് വാടും, മരുഭൂമിയല്ല. നമ്മൾ ചാണകപ്പൊടി തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് വലുതായി കഴിഞ്ഞാലൊക്കെ ഉപയോഗിക്കാനായിട്ട് പ്രാവിൻ്റെ വളമൊക്കെ ഉണ്ട്. അത് കുറച്ച് വളം ഞാനിപ്പോൾ, അപ്പോൾ അതാണ് പ്രാവിൻ്റെ വളം. അപ്പോൾ വെണ്ടക്കൊക്കെ മൂത്ത് കേട്ടോ, പൊട്ടിക്കാൻ വഴുകിപ്പോയി, ഞാൻ ഉണ്ടായിരുന്നില്ല. മത്തൊക്കെ പൂവിട്ട് തേനീച്ച നല്ല വന്നിട്ടുണ്ട്. തേൻ കുടിച്ചിട്ട് തേൻ എവിടെ ഉണ്ടാക്കുന്നുണ്ട്, ശേഖരിക്കുന്നുണ്ട്. അത് കണ്ടെത്തണം എവിടെ ഉള്ളതെന്ന് ചെയ്യും. ചീര മൊത്തം തൂപ്പൊക്കെ എടുത്ത് മാറ്റി ഇതേ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഈ 1-2 വർഷം ചോപ്പ് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഇത് ക്യാൻസൽ ചെയ്യുക. ഇതിപ്പോൾ ഏതായാലും ഇപ്പോൾ ഇല ഉണ്ടാവുന്നുണ്ട്. എൻ്റെ മുരിങ്ങാമരം ഈ പരുവത്തിലായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്ലൈമറ്റ് മാറിയതല്ലോ, അപ്പോൾ 23-24 സെൻറ്റിഗ്രേഡ് ഡിഗ്രിയാണ് ചൂടുള്ളത്. അതുകൊണ്ട് പിന്നെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് മുരിങ്ങയിൽ. ഇനിയിപ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ചൂട് കൂടുമല്ലോ. ഇപ്പോൾ ചൂട് കുറവാണ്, അത് കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാട് പയറുണ്ടായിട്ട് അതിപ്പോൾ ഉണക്കപ്പയറാക്കാന്ന് ഉദ്ദേശിക്കുകയാണ്. കൊണ്ടുപോയിട്ട് വിൽക്കാൻ മാത്രമൊന്നുമില്ല. ഇപ്പം എനിക്കുള്ള പയറൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവും കേട്ടോ, സെക്യൂരിറ്റി ആണ് അതിൻ്റെ. ഇത് മൊത്തം ചീരയാണ്, 10-20 മീറ്ററോളം ചീര തന്നെ ഉണ്ട്. ചുറ്റു ഇവിടെ നോക്കിയേ. ഇതിനകത്ത് വെള്ളരിക്ക് മത്തങ്ങ അത് പിന്നെ വാട്ടർ മില്ലിനൊക്കെ അതിനകത്ത് ഉണ്ടോയെന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതൊരു മത്തയുടെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ. ഇത് അതിനകത്തൊക്കെ ഷമ്മാമാണെന്ന് തോന്നുന്നു ഉണ്ടായി കിടക്കുന്നത്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കുറേ ഐറ്റംസ് അതിനകത്ത് ഉണ്ടായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കടക്കാൻ ഇത്തിരി പ്രയാസം, കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഒന്ന് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതിനകത്ത് ഒത്തിരി വർക്ക് ഉണ്ട് ഇവിടെ. ഇതിനകത്താണെന്നില്ല നമ്മുടെ